രാഷ്ട്രീയ കേരളം നമ്മുടെ ആരോഗ്യ മേഖലയെക്കുറിച്ച് വലിയ തോതിൽ ചർച്ച ചെയ്യുമ്പോൾ, ആരോഗ്യ മേഖലയിലെ വീഴ്ചകളെ സംബന്ധിച്ച് വലിയ തോതിൽ പ്രതിഷേധമുയരുമ്പോൾ ഇതാ മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജയെ ഒഴിവാക്കി കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ സ്ഥാനാർത്ഥി പട്ടിക. മട്ടന്നൂരിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജിനെ മത്സരിപ്പിക്കാനാണ് ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ നിർദ്ദേശം. തലശ്ശേരിയിൽ സ്പീക്കർ എ.എൻ. ഷംസീറിനും സീറ്റില്ല. കാരായി രാജന്റെ പേരാണ് ഇവിടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളത്. കെ ശൈലജയുടെയും എ.എൻ. ഷംസീറിന്റെയും സ്ഥാനാർത്ഥിത്വം സംസ്ഥാന സമിതി തീരുമാനിക്കുമെന്ന് യോഗത്തിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. തളിപ്പറമ്പിൽ എം.വി. ഗോവിന്ദന്റെ ഭാര്യ പി.കെ. ശ്യാമളയുടെ പേര് ജില്ലാ സെക്രട്ടറി നിർദ്ദേശിച്ചുവെങ്കിലും വ്യാപകമായ എതിർപ്പാണ് ഉയർന്നത്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എൻ സുകന്യ ഇവിടെ സ്ഥാനാർത്ഥിയായേക്കും. ജില്ലാ കമ്മിറ്റി അംഗവും മുൻ മാധ്യമപ്രവർത്തകനുമായ എം.വി. നികേഷ് കുമാറിനെ ഒരിടത്തും CPIM പരിഗണിച്ചിട്ടില്ല. കൊല്ലത്ത് എം മുകേഷിനെയും ഒഴിവാക്കിയിരിക്കുകയാണ്. ആർ കിരൺ ബാബുവും വി അരുണും അതോടൊപ്പം തന്നെ KV ബൈജുവും ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ആദ്യം കിരണിലേക്ക്. കിരൺ, ഇതാ രാഷ്ട്രീയ കേരളം ഇപ്പോൾ എന്താണ് ചർച്ച ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പേരുകൾ, ആ പേരുകളിൽ മുൻനിരയിൽ നിൽക്കുന്ന ഒരു പേര് കെ ശൈലജയുടേതാണ്. അവരെ മത്സരിപ്പിക്കണോ എന്നതൊക്കെ പാർട്ടിയുടെ തീരുമാനമാണ്. എങ്കിൽ പോലും കെ ശൈലജയെ പോലെ ഒരാളെ എന്തുകൊണ്ട് ഒഴിവാക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. സ്പീക്കർ എ.എൻ. ഷംസീറിനും സീറ്റില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാകാം? അഭിലാഷ, ഇതിപ്പോൾ ഒരു പാർട്ടി തീരുമാനം എന്ന നിലയ്ക്ക് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇത് ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ നിർദ്ദേശമാണ്. ജില്ലാ സെക്രട്ടേറിയറ്റ് കണ്ണൂരിൽ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് ചെയ്തത്. തിരുവനന്തപുരത്താണെങ്കിൽ 2 ടേം മത്സരിച്ച MLA-മാർക്ക് വീണ്ടും അവസരം കൊടുക്കണം എന്ന നിലയിൽ തന്നെയുള്ള തീരുമാനമായിരുന്നു. കണ്ണൂരിൽ അത്തരം ഒരു തീരുമാനം നടപ്പാക്കാനില്ല. സംസ്ഥാന തലത്തിൽ അങ്ങനെ ഒരു പൂർണ്ണമായ ഒരു തീരുമാനം എടുത്തിട്ടില്ല. 2 ടേം മത്സരിച്ചവരെ എല്ലാവരെയും ഒഴിവാക്കണമെന്നോ അല്ലെങ്കിൽ 2 ടേം മത്സരിച്ച എല്ലാവരെയും ഉൾപ്പെടുത്തണമെന്നോ എന്നുള്ള രീതിയിലേക്ക് ഒരു കർശനമായ നിർദ്ദേശം സംസ്ഥാന കമ്മിറ്റി താഴെത്തട്ടിലേക്ക് ജില്ലാ കമ്മിറ്റികളിലേക്ക് നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഓരോ ജില്ലകളിലും അവരവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് തീരുമാനമെടുത്തത്. തിരുവനന്തപുരത്താണെങ്കിൽ എല്ലാ MLA-മാരും കഴിഞ്ഞ 2 ടേം പൂർത്തിയാക്കിയ എല്ലാ MLA-മാർക്കും വീണ്ടും അവസരം കൊടുക്കുക എന്നുള്ള രീതിയിലായിരുന്നു. കണ്ണൂരിൽ പക്ഷേ അങ്ങനെയല്ല. കണ്ണൂരിൽ 2 ടേം പൂർത്തിയാക്കിയത് ഒന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പിണറായി വിജയൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത് ജില്ലാ സെക്രട്ടേറിയറ്റ് അല്ല. അതുകൊണ്ട് തന്നെ അത് ധർമ്മടത്തെ സീറ്റിൽ ഏതെങ്കിലും തരത്തിലൊരു തീരുമാനം ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും മത്സരിച്ച് പിണറായി വിജയൻ മത്സരിക്കണമെന്നോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും മത്സരിക്കണമെന്നുള്ള തീരുമാനം വന്നിട്ടില്ല. മറ്റൊന്ന് കെ ശൈലജയുടേതാണ്. കെ ശൈലജ മത്സരിച്ചത് മട്ടന്നൂരാണ് കഴിഞ്ഞ തവണ മത്സരിച്ചത്. കെ ശൈലജയെ മാറ്റണം എന്നുണ്ടെങ്കിൽ കെ ശൈലജയുടെ പേര് പക്ഷേ മട്ടന്നൂരിൽ വീണ്ടും ഉൾപ്പെടുത്തിയിട്ടില്ല. അവിടെ വി.കെ. സനോജ്, ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജിൻ്റെ പേരാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ കെ ശൈലജ മത്സരിക്കണോ, ഇനി കെ ശൈലജ മറ്റേതെങ്കിലും സീറ്റിലേക്ക് അല്ലെങ്കിൽ പേരാവൂരിലേക്ക് മാറ്റുന്നു എന്നുള്ള ചില സൂചനകളൊക്കെ പുറത്തു വന്നിരുന്നു. പേരാവൂരിലേക്ക് മാറ്റുന്ന കാര്യത്തിലും അങ്ങനെ ഒരു തീരുമാനം ഇപ്പോഴും ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിട്ടില്ല. ജില്ലാ സെക്രട്ടേറിയറ്റിൽ പേരാവൂരിൽ കഴിഞ്ഞ തവണ മത്സരിച്ച് പരാജയപ്പെട്ട സക്കീർ ഹുസൈൻ്റെ പേര് തന്നെയാണ് സണ്ണി ജോസഫിനെതിരെ. എന്നാൽ പാർട്ടിയിൽ ശക്തമായ ചില അഭിപ്രായങ്ങളുണ്ട്. പേരാവൂരിൽ സണ്ണി ജോസഫിനെ പരാജയപ്പെടുത്താൻ വേണ്ടി KPCC അധ്യക്ഷനെതിരെ കെ ശൈലജയെ പോലെ ജനകീയമായ ഒരു നേതാവിനെ മത്സരിപ്പിക്കണമെന്നുള്ള അഭിപ്രായമുണ്ട്. എന്നാൽ കെ ശൈലജയ്ക്ക് അങ്ങനെ ഒരു സീറ്റിലേക്ക് താൻ ഇനിയും വടകരയിൽ ഒരിക്കൽ പോയി രക്തസാക്ഷിയായി ഇനി ഒരിക്കൽ കൂടി ആ തരത്തിലേക്ക് ഒരു പരീക്ഷണത്തിന് താനില്ല. അങ്ങനെയാണെങ്കിൽ മത്സരരംഗത്ത് താനില്ല എന്നുള്ളതാണ് കെ ശൈലജയുടെ വ്യക്തിപരമായ നിലപാടെന്നാണ് നമ്മൾ അറിയുന്നത്. ഇതും എവിടെയും കെ ശൈലജ പുറമേക്ക് പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൂടി നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. നമ്മൾ ഈ വിഷയം പറയുമ്പോൾ പാർട്ടിയിൽ പൊതുവെ പാർട്ടിക്കകത്ത് പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇത് എവിടെ പറഞ്ഞു എന്നുള്ള ചോദ്യം വരാതിരിക്കാൻ വേണ്ടി കൂടിയാണ് അത് പറയുന്നത്. കെ ശൈലജ അങ്ങനെ പറയുന്നില്ലെങ്കിൽ പോലും അവരുടെ താല്പര്യം അവർ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് മട്ടന്നൂരല്ല എന്നുള്ളിൽ ഈ മറ്റൊരു പേരാവൂരിൽ പോയി മത്സരത്തിന് താനില്ല എന്നുള്ളതാണ്. എന്തായാലും കെ ശൈലജയുടെ പേര് നിലവിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് തയ്യാറാക്കിയ ലിസ്റ്റില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം പങ്കെടുത്ത ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് ആണ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എ.എൻ. ഷംസീറിൻ്റെതാണ്. എ.എൻ. ഷംസീറിന് തലശ്ശേരിയിൽ ഇനി സീറ്റ് ഉണ്ടാവില്ല എന്നത് ഏറെക്കുറെ നേരത്തെ തന്നെ ചില സൂചനകളൊക്കെ പുറത്തു വന്നിരുന്നു. എ.എൻ. ഷംസീറിന് പകരം അവിടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശി മത്സരിക്കുമെന്നുള്ള സൂചനകളായിരുന്നു നേരത്തെ വന്നിരുന്നത്. എന്നാൽ ഇന്നലെ സെക്രട്ടേറിയറ്റിൽ വന്ന പേര് കാരായി രാജൻ്റെ പേരാണ്. കാരായി രാജൻ്റെ പേരാണ് തലശ്ശേരിയിൽ നിന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത്. 2 തവണ മത്സരിച്ച ആളുകളാണ് എ.എൻ. ഷംസീർ ആയാലും കെ ശൈലജയായാലും മുഖ്യമന്ത്രി പിണറായി വിജയനായാലും. അവിടെ എ.എൻ. ഷംസീറിനെയും അതോടൊപ്പം തന്നെ കെ ശൈലജയുടെയും സീറ്റിന് പകരം മറ്റ് 2 പേരുകൾ നിർദ്ദേശിച്ചിരിക്കുന്നു ജില്ലാ സെക്രട്ടേറിയറ്റ്. എന്നാൽ ഇവർക്ക് 2 പേർക്കും മറ്റെവിടെയെങ്കിലും മാറ്റി മത്സരിപ്പിക്കാൻ വേറെ ഏതെങ്കിലും സീറ്റുകളും ഈ 2 പേർക്കും നിർദ്ദേശിച്ചിട്ടില്ല എന്ന പ്രത്യേകത കൂടിയുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട സീറ്റുകളൊക്കെ വരുന്നത് ഒന്ന് തളിപ്പറമ്പാണ്.
മണ്ഡലമാണ്. തളിപ്പറമ്പിൽ എം.വി. ഗോവിന്ദൻ്റെ മണ്ഡലമായിരുന്നു തളിപ്പറമ്പിൽ എം.വി. ഗോവിന്ദൻ്റെ ഭാര്യ പി.കെ. ശ്യാമളയുടെ പേര് ജില്ലാ സെക്രട്ടറി കെ.കെ. രാഗേഷ് അടക്കമുള്ളവർ മുന്നോട്ട് വെച്ചു എന്നാണ് അറിയുന്ന സൂചനകൾ. എന്നാൽ ഇ.പി. ജയരാജനടക്കം പ്രധാനപ്പെട്ട പല നേതാക്കളും ആ നീക്കത്തോട് യോജിച്ചില്ല. അവർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എൻ സുകന്യയുടെ പേരാണ് മുന്നോട്ട് വെച്ചത്. സുകന്യയുടെ പേരിന് തന്നെയാണ് പ്രാമുഖ്യം ഉള്ളത് എന്നാണ് പുറത്തു വരുന്ന വിവരം. എന്തായാലും സുകന്യയുടെ പേരും പി.കെ. ശ്യാമളയുടെ പേരുമാണ് ഈ തളിപ്പറമ്പിലുള്ളത്. തളിപ്പറമ്പിൽ എം.വി. ഗോവിന്ദൻ്റെ മണ്ഡലമാണ്. എം.വി. ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി എന്ന നിലയ്ക്ക് വീണ്ടും ഒരു മത്സരത്തിന് ഉണ്ടാവില്ല. ടേം വ്യവസ്ഥ അല്ലെങ്കിൽ തന്നെ എം.വി. ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറി ആയ ശേഷം പിന്നീട് മത്സരിക്കുന്ന പതിവ് CPM-ലില്ല. അതുകൊണ്ട് തന്നെ എം.വി. ഗോവിന്ദൻ മാറി നിൽക്കുമെന്ന് ഉറപ്പാണ്. മറ്റൊന്ന് ധർമ്മടമാണ്. ധർമ്മടം ഒഴിച്ചിട്ടിരിക്കുകയാണ്. അത് പിണറായി വിജയൻ തന്നെ മത്സരിക്കും എന്നതിൽ സംശയമൊന്നുമില്ല. മറ്റൊന്ന് അഴീക്കോടാണ്. അഴീക്കോട് കെ.വി. സുമേഷാണ്. കഴിഞ്ഞ തവണയാണ് കെ.വി. സുമേഷ് വിജയിച്ചത്. ഈ തവണയും കെ.വി. സുമേഷ് തന്നെയാണ്. രണ്ടാം തവണയാണ് കെ.വി. സുമേഷ് തന്നെയായിരിക്കും ചാൻസ് ഉള്ളത്. മറ്റൊന്ന് കല്യാശ്ശേരിയാണ്. അത് കല്യാശ്ശേരിയിൽ എം വിജിന് തന്നെയാണ്. എം വിജിൻ അതിന് മുമ്പ് 2 തവണ ടി.വി. രാജ് പ്രതിനിധീകരിച്ച മണ്ഡലമാണ്. കഴിഞ്ഞ തവണയാണ് എം വിജിൻ അവിടെ നിന്ന് വിജയിച്ചത്. കല്യാശ്ശേരിയൊക്കെ ആരെ മത്സരിപ്പിച്ചാലും വിജയിക്കാൻ കഴിയുന്ന, അനായാസമായി വിജയിക്കാൻ CPM-ന് കഴിയുന്ന, ഇടതുമുന്നണിക്ക് വിജയിക്കാൻ കഴിയുന്ന മണ്ഡലമാണ്. മറ്റൊന്ന് വിവാദമായ പയ്യന്നൂരിലെ ടി.ഐ. മധുസൂദനാണ്. ടി.ഐ. മധുസൂദനെതിരെയാണ് വലിയ രീതിയിലുള്ള ആരോപണം ഉണ്ടാവുകയും വിവാദങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. പക്ഷേ ടി.ഐ. മധുസൂദനൊപ്പം പാർട്ടി ഉറച്ചു നിൽക്കുന്നു എന്നുള്ള വ്യക്തമായ സൂചന തന്നെയാണ് നൽകുന്നത്. പയ്യന്നൂരിൽ ടി.ഐ. മധുസൂദൻ്റെ പേര് തന്നെയാണ് വീണ്ടും ജില്ലാ സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ചിരിക്കുന്നത്. പേരാവൂരിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സക്കീർ ഹുസൈൻ്റെ പേരടക്കം പരിഗണനയിലുണ്ട് എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ആ പേര് തന്നെയാണോ ഈ സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയത് എന്ന് സംബന്ധിച്ച് നമുക്കിപ്പോഴും പൂർണ്ണമായി വ്യക്തതയില്ല. ആകെ കണ്ണൂരിലുള്ളത് 11 സീറ്റുകളാണ്. 11 സീറ്റുകളിൽ 9 സീറ്റുകൾ LDF-നും 2 സീറ്റുകൾ UDF-നുമാണുള്ളത്. അതിൽ CPM-ആണ് 8 സീറ്റുകളിൽ മത്സരിക്കുന്നത്. കേരള കോൺഗ്രസ് M 1 സീറ്റിൽ മത്സരിച്ചു. കേരള കോൺഗ്രസ് S രാമേന്ദ്രൻ കടന്നപ്പള്ളി കണ്ണൂരിൽ 1 സീറ്റിൽ മത്സരിച്ചു. മറ്റൊന്ന് RJD ആണ്. KP മോഹനൻ. അതിൽ RJD കേരള കോൺഗ്രസ് എസും രാമേന്ദ്രൻ കടന്നപ്പള്ളിയും RJD-യിൽ നിന്ന് മത്സരിച്ച KP മോഹനുമാണ് കഴിഞ്ഞ തവണ വിജയിച്ച ഘടകകക്ഷികൾ 2 പേരുള്ളത്. കേരള കോൺഗ്രസ് M-ൻ്റെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു. CPM-ൻ്റെയും ഒരു സ്ഥാനാർത്ഥിയുമാണ് പരാജയപ്പെട്ടത്. എന്തായാലും കഴിഞ്ഞ തവണ 2 തവണ പൂർത്തിയാക്കിയവരിൽ 3 പേരായിരുന്നു ഉണ്ടായിരുന്നത്. മറ്റൊന്ന് പാർട്ടി സെക്രട്ടറി M.വി. ഗോവിന്ദനായിരുന്നു. M.വി. ഗോവിന്ദനെ മാറ്റുന്നു. ബാക്കിയുള്ള 3 പേരിൽ പിണറായി വിജയൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നില്ല. അത് തീരുമാനം ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെതല്ല. അതുകൊണ്ട് തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് ആകെ തീരുമാനമെടുക്കുന്നില്ല. പക്ഷേ കെ.കെ. ശൈലജയുടെ വിഷയത്തിലും കേന്ദ്ര കമ്മിറ്റി അംഗമായ കെ.കെ. ശൈലജയുടെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കുന്നത് ജില്ലാ സെക്രട്ടേറിയറ്റ് അത് പിന്നീടത്തേക്ക് മാറ്റുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവിടെ മറ്റു സ്ഥാനാർത്ഥിയെ അവർ ഔദ്യോഗികമായി തീരുമാനിക്കുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും കണ്ണൂരിൽ നിന്ന് വരുന്ന ഈ പേര് തന്നെ ആയിരിക്കും അവസാനം സംസ്ഥാന കമ്മിറ്റി വരുമ്പോൾ അംഗീകരിക്കുക. കണ്ണൂരിൽ നിന്ന് ഇനി പി. ജയരാജൻ്റെ പേരടക്കം മത്സരരംഗത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. കണ്ണൂരിൽ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ള ലക്ഷ്യത്തിൽ അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. കെ.കെ. ശൈലജയെ സ്ഥാനാർത്ഥിയിലേക്ക് മടക്കി കൊണ്ടുവരാൻ സാധ്യതയുണ്ട് എന്നുള്ള സൂചനകളൊക്കെ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇതിലൊക്കെ ഇനി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തീർച്ചയായും സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് ഇതിൽ അന്തിമമായി തീരുമാനമെടുക്കേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.